വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരസ്പർശനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതത്തിനായി, ഒരു അഭിഷേകത്തിനായി, ഒരു രോഗസൗഖ്യത്തിനായി, ഒരു വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരക്തം കൊണ്ട് കഴുകണമേ. എന്നേക്കും ആമേൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായം തിരുവചനങ്ങൾ 19 മുതൽ 20 വരെ വചനം പറയുന്നു: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് അറിഞ്ഞുകൂടെ? നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പൗലോസ്ലീഹ നമ്മൾ വളരെ അലക്ഷ്യമായി, അശ്രദ്ധമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ വളരെ ഗൗരവത്തോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണയും ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാറിപ്പോകും. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, എങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കുന്നു, ശരീരത്തെ എങ്ങനെ ബഹുമാനിക്കുന്നു, ഈ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഇത്രയും കാലം നമുക്കുണ്ടായിരുന്ന എല്ലാ അബദ്ധധാരണകളെയും വെല്ലുവിളിക്കുകയാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ ഒരു വലിയ രഹസ്യം പറയുകയാണ്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്, ആ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്, അതാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞാൽ, ഈ ശരീരം നിങ്ങളുടേതല്ല, ഈ ശരീരം പരിശുദ്ധാത്മാവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ആത്മാവിന് ജീവനുള്ള എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഇതുകൊണ്ടാണ് പൗലോസ്ലീഹ വീണ്ടും പറയുന്നത്, പരിശുദ്ധാത്മാവ് നിർജീവ പ്രവർത്തികളിൽ നിന്ന് നമ്മെ വിടുതൽ നൽകി അനുഗ്രഹിക്കും. എത്രയോ അധികമായി നിർജീവ പ്രവർത്തികളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അവൻ അറിയാതെ ഒരുപാട് നിർജീവ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരം ഉപയോഗിച്ച് ജീവനില്ലാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അനുഭവിക്കുന്ന വ്യക്തി, അതിൻ്റെ ഫലം അനുഭവിക്കുന്ന വ്യക്തി ധാരാളം ബുദ്ധിമുട്ടുന്നു. ചിലർ പൊട്ടിക്കരയുന്നു, ചിലർ വിഷമിക്കുന്നു, ചിലർ തകർച്ചയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ നിർജീവ പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും ഇപ്പോൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ശരീരം. ഇനി നമ്മുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചില്ലെങ്കിൽ, ഈ ആലയത്തിൽ വസിച്ചില്ലെങ്കിൽ, ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു വീട് പരിശുദ്ധാത്മാവിൻ്റെയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് വസിച്ചില്ലെങ്കിൽ അവിടെ പിശാച്ച് വന്നിട്ട് പിശാച്ചിൻ്റെ ആലയമാക്കി ഇതിനെ മാറ്റും. അപ്പോൾ എല്ലാ തരത്തിലുള്ള പൈശാചികമായ പ്രേരണകൾ ഉള്ളിൽ കടന്നുകൂടും. ചില മനുഷ്യരിങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്: നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, വൈകുന്നേരം വന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നോക്കിയേ, അവൻ്റെ കൈ അവൻ ചിന്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അവൻ്റെ കണ്ണുകൾ അവൻ ചിന്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അവൻ്റെ മനസ്സ് അവൻ വിചാരിക്കുന്നിടത്ത് എത്തുന്നില്ല. എല്ലാം അങ്ങ് താറുമാറാക്കുന്ന ഒരവസ്ഥ. ഉള്ളിലിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് പകരം ദുഷ്ട ആത്മാവ് ഒരു വ്യക്തിയെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു. ഒരു പരിധിവരെ ആളുകൾ ആത്മഹത്യക്ക് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ജീവിതം താളം തെറ്റുന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഈ താളം തെറ്റിക്കുന്ന ഒരു ദുഷ്ട ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം.
പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ എത്ര നിരാശയിലായിക്കൊള്ളട്ടെ, എത്ര മാലിന്യ ചെളി കൂമ്പാരത്തിലായിക്കൊള്ളട്ടെ നിന്റെ ജീവിതം, തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ആത്മാവിനെ നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നിന്റെ ലക്ഷ്യം. നമുക്ക് പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ വചനം 1 കൊറിന്തോസ് അതിൻ്റെ 6-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. വളരെ ഗഹനമായ ഒരു ചിന്ത പൗലോസ്ലീഹ വരിക. ഇന്നത്തെ ലോകത്തിലെ നമ്മളൊന്ന് വെറുതെ നോക്കുക പ്രിയപ്പെട്ടവരെ, ചുറ്റും ഒന്ന് നോക്കുക. ഏറ്റവും അധികം പിശാച് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ പിശാച് ഉപയോഗിക്കുന്ന വഴികൾ എത്രയധികമാണ് ഇന്ന് ലോകത്തിൽ. മദ്യപിക്കുന്ന വ്യക്തി ആ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ ദുഷ്ട ആത്മാവ് കടന്നു വരുന്നു, അവൻ്റെ സുബോധം നശിക്കുന്നു, ഭവനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, അസമാധാനം വിതയ്ക്കുന്നു. എങ്ങനെ കടന്നു വന്നു? ഈ ശരീരത്തിലേക്ക് ഇവൻ പ്രവേശിക്കുകയാണ്. ഏത് വസ്തുവിൻ്റെ രൂപത്തിലാണോ ഇത് ശരീരത്തിലേക്ക് പ്രവേശിക്കുക. പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കുന്ന, ഒരല്പം മദ്യപിച്ചാൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മദ്യപിച്ചാൽ എന്താ. പ്രിയപ്പെട്ടവരതിന് കുഴപ്പമുണ്ട്. ഈ സാധനം സ്ഥിരം ഉപയോഗിക്കുന്ന വ്യക്തി കുഴപ്പമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തെങ്കിലും ഉപയോഗിക്കുന്ന വ്യക്തിയും കുഴപ്പമുണ്ടാകും. ഈ സാധനം ഇതും കൂടെ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പരിപാവനമായ ശരീരത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിൽ എന്തിനു നാം ഇത് ഉപയോഗിക്കണം? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന വ്യക്തി വലിയ അപകടകാരിയാണെങ്കിൽ, ഇത് ചിലപ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തി ചെറിയ അപകടകാരി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി പൈശാചിക ശക്തി നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ് മദ്യം. സിഗരറ്റ് വലിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ പുക മുഴുവൻ, ഈ നിക്കോട്ടിൻ എല്ലാം ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. നോക്കുക, ഒരിക്കൽ പോലും ഈ സാധനം ശരീരത്തിനൊരു ഗുണം ചെയ്യുന്നില്ല. എപ്പോഴും ദോഷകരമായി ബാധിക്കുന്ന ഈ സാധനം വലിച്ച് കയറ്റി, പുക മുഴുവൻ ശരീരത്തിൽ കയറ്റി ഈ ശരീരത്തെ നശിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ ജീവനെ സ്വയം മുറിപ്പെടുത്തുന്ന ഈ ഒരു പ്രവണത എവിടെ നിന്ന് കിട്ടി? ദുഷ്ടാത്മാവിൽ നിന്ന് കിട്ടി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാണെങ്കിൽ ദൈവം നൽകിയ ശരീരത്തെ, ദൈവം നൽകിയ ജീവനെ പരിപോഷിപ്പിക്കാനുള്ള ചിന്തകളുണ്ടാവും. എന്നാൽ ഇതിനെ നശിപ്പിക്കാനുള്ള ചിന്ത പുകയുടെ രൂപത്തിൽ, സിഗരറ്റിൻ്റെ രൂപത്തിൽ, നിക്കോട്ടിൻ്റെ രൂപത്തിൽ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ പിശാച് കയറി വരിക. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിൽ കയറി വരാനുള്ള പൈശാചിക ശക്തിയുടെ ഓരോരോ കുടില തന്ത്രങ്ങളാണ്. അതിനുവേണ്ടി ലോകം പറഞ്ഞു വരുന്ന പല കാര്യങ്ങളും അവർ പറയും. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, എന്തെങ്കിലും സുബോധമുണ്ടോ? അമ്മയെ തിരിച്ചറിയാൻ പറ്റുമോ? അപ്പനെ തിരിച്ചറിയാൻ പറ്റുമോ? ജീവിത പങ്കാളി തിരിച്ചറിയാൻ പറ്റുമോ? മക്കളെ തിരിച്ചറിയാൻ പറ്റുമോ? എന്ത് ജീവിതം? ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കണ്ണ് കെട്ടാൻ വേണ്ടി ഡ്രഗ്സിൻ്റെ രൂപത്തിൽ, മയക്കുമരുന്നിൻ്റെ രൂപത്തിൽ പിശാചുള്ളിൽ കയറി വരുന്നു. എവിടെ അവൻ ആവാസം വഹിക്കുന്നു? നമ്മുടെ ഹൃദയത്തിൽ. വചനം പറയുന്നത് എന്താണ്? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പിശാച് കയറി വരുമ്പോൾ പൈശാചികമായ ആ സത്ത, പൈശാചിക സത്ത നമ്മൾ ഊറ്റി കുടിക്കുകയാണ്, വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഏത് ദുശീലമായിക്കൊള്ളട്ടെ, ചെറുതാകാം വലുതാകാം, ശ്രദ്ധിക്കേണ്ട കാര്യം, പിശാചിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഈ നടപടി, ഈ ഇടപാട് ഇന്ന് തന്നെ അവസാനിപ്പിച്ചേ മതിയാകും. ഇന്ന് ഈ ലോകത്ത്, പണ്ടൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, മാതാപിതാക്കന്മാരെ മക്കൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹവും ഊഷ്മളതയൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സ്നേഹം കുടുംബത്തിൽ മങ്ങിപ്പോകുന്നത്? വചനം പറയുന്നു, ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ എവിടെ സ്നേഹമുണ്ടോ, പരിശുദ്ധ സ്നേഹമുണ്ടോ, അവിടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, എന്തോ പ്രവർത്തിച്ചിട്ടുണ്ട്, ദൈവം അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് സ്നേഹം അകലുന്നു, ഇന്ന് സ്നേഹം കുറയുന്നു, സ്നേഹത്തിന് പകരം കലഹം കയറി വരുന്നു. അവിടെ വേറെ ആരും പ്രവർത്തിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഏതൊക്കെയോ രൂപത്തിൽ, ചെറിയ ചെറിയ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന പൈശാചിക ശക്തി, ഈ ശക്തിയാണ് സ്നേഹം തല്ലിക്കെടുത്തുന്നത്. എങ്ങനെ കയറി വന്നു, എപ്പോൾ കയറി വന്നു നമ്മൾ ചിന്തിക്കണം. ഓരോ ദുശീലങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന രൂപത്തിലാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു പുകവലിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആ ശരീരത്തിൽ ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, ആത്മീയമായ ഒരു ബുദ്ധിമുട്ട് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. മദ്യപിക്കുന്ന ഒരു വ്യക്തി ഈ മദ്യം വലിച്ചു കുടിച്ച് വീട്ടിൽ വരുമ്പോൾ ശരീരത്തെ മാത്രമല്ല പിശാച് ആക്രമിക്കുന്നത്, പിശാചിൻ്റെ സ്വഭാവങ്ങൾ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ചെറിയ ചെറിയ വഴികളിലൂടെ പിശാച് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടുംബത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് ഒരുങ്ങുകയാണ്. നമുക്ക് പറയാം, യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, നല്ല വൃത്തി, നല്ല പ്രവൃത്തിയുണ്ട്. കാരണം അശുദ്ധമായ പ്രവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല ഈ മോശമായിട്ടുള്ള പ്രവൃത്തി. സിഗരറ്റ് വലി, മദ്യപാനം, ഡ്രഗ്സ് ഉപയോഗിക്കുക, അല്ലെ ഹാൻസ്, പാൻപരാഗ്, ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നു, ശരീരം ദുഷ്ടപ്രവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. കർത്താവ് പറയും, ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല.
അതാണ് കർത്താവ് പറയുന്നത്. പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഞാൻ കർത്താവിനോട് സമർപ്പിക്കണം. കർത്താവ് ആ ശരീരം ഏറ്റെടുക്കുന്നു, നമ്മുടെ ശരീരം ഏറ്റെടുക്കുന്നു. കർത്താവ് ഈ കൈകളിലൂടെ പ്രവർത്തിക്കുന്നു, കർത്താവ് നമ്മുടെ കാലുകളിലൂടെ പ്രവർത്തിക്കുന്നു, കർത്താവ് നമ്മുടെ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്നു, പുതിയ പുതിയ ആശയങ്ങൾ തരുന്നു, പുതിയ പുതിയ സന്ദേശങ്ങൾ തരുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ശക്തി നൽകുന്നു. അതുകൊണ്ട് ശരീരം ദുഷ്ടപ്രവർത്തിക്കുള്ളതല്ല. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനം നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുക. എഫേസൂസ് അതിൻ്റെ 4:22 പറയുന്ന ഒരു വചനം, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട, വചനം ശ്രദ്ധിച്ച്, പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട. ഓരോ ജീവിത രീതിയിലും ഒരു സ്വഭാവം രൂപപ്പെടും, നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. പൗലോസ്ലീഹ നിശ്ചിതമായിട്ട് പറയുകയാണ്, ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ഓരോരോ പ്രവർത്തികൾ ചെയ്ത് ഈ കൈകൊണ്ട് ദുഷിച്ച പ്രവർത്തികൾ ചെയ്താൽ, പാപത്തിന് കാരണമായ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ, വചനം പറയുന്നു നിങ്ങളുടെ ആ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ഒരാസക്തിയുണ്ട്. ഏത് ദുഷിച്ച പ്രവൃത്തി ശരീരം കൊണ്ട് ചെയ്താലും ഒരാസക്തി രൂപപ്പെടുന്നുണ്ട് അവിടെ. ഈ പൈസയോടുള്ള ആസക്തിയാകാം, അധികാരത്തോടുള്ള ആസക്തിയാകാം, പ്രതാപത്തോടുള്ള ആസക്തിയാകാം, ലൈംഗികമായിട്ടുള്ള മോശമായിട്ടുള്ള ആസക്തിയാകാം. ഒരു ആസക്തി ശരീരത്തിൽ രൂപപ്പെടുന്നത് ദുഷിച്ച പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതെങ്കിലും പൈശാചികമായ കൂട്ടുകെട്ടിലേക്ക് പെട്ടിട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ആസക്തി രൂപപ്പെടുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, അവനിൽ വേറൊരു ആസക്തി രൂപപ്പെടുന്നുണ്ട്. മദ്യപിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, അവനിൽ അതിന് പുറത്ത് വേറൊരു ആസക്തി രൂപപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഈ കൈകളെ ഉപയോഗിക്കുന്ന വ്യക്തി മനസ്സിലാക്കണം, ഇതിന് പുറത്ത് വേറൊരു ആസക്തി അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ തിന്മ നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ ആ ആസക്തിയിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ കൈകളും കാലുകളും ശരീരവും ഹൃദയവും ശുദ്ധമായേ തീരൂ. എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെയും പ്രവർത്തനങ്ങളെയും ഉപേക്ഷിച്ചെറിയുക. വചനം പറയുന്നത് എന്താണ്? പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ, വലിച്ചെറിയുവിൻ. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന 2 വ്യക്തികളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 2 സ്ത്രീകളാണ്. ഒന്ന് പാപിനിയായ സ്ത്രീ. ഈ പാപിനിയായ സ്ത്രീ ശരീരത്തിൽ പാപം ചെയ്തു, എല്ലാ ദിവസവും പാപം ചെയ്തു. നിങ്ങൾ നോക്കിയേ, ഈ പാപം ചെയ്ത് പൈസയോടുള്ള ആസക്തി രൂപപ്പെട്ട് കാണും. അതുകൊണ്ട് ഈ പാപം നിർത്താൻ പറ്റണില്ല. ഇത് ഒരു ചെറിയ കാര്യമല്ലത് പ്രിയപ്പെട്ടവർ. ശരീരത്തിൽ പാപം ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് പിശാച് വേറൊരാസക്തി കൊടുത്തു. എന്ത്? പൈസയോടുള്ള ആസക്തി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളായിട്ടുള്ള ഒരു ബന്ധം, വേറൊരു സുഖം, ഒരു ആസക്തി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ആസക്തി ചതിച്ചു. വചനം എത്ര സത്യം! അവന് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ ഒരു മനുഷ്യൻ രൂപപ്പെടും നമ്മളിൽ എന്ന് പറഞ്ഞാൽ ഈ ആസക്തി നമ്മളെ വഞ്ചിക്കും. ഇവളിൽ രൂപപ്പെട്ട ഈ ആസക്തി, എന്തിനൊക്കെയോ ഉള്ള ഒരു ആസക്തി, ഈ തൃഷ്ണ, ഈ ഓട്ടം, ഇവൾ ഓടി 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 എവിടെ എത്തി പ്രിയപ്പെട്ടവരെ? മരണത്തിലെത്തിച്ചു. ഇതാണ് പറഞ്ഞത്, നമ്മുടെ ആസക്തി നമ്മളെ വഞ്ചിക്കും. പല ബന്ധങ്ങളും തകർന്നു പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ചില ശാരീരികമായ നെഗറ്റീവായിട്ടുള്ള ആസക്തികളാണ്. നല്ല സ്നേഹത്തിലും നല്ല പരിശുദ്ധമായ രീതിയിൽ വിവാഹം ഉറപ്പിച്ചിരുന്ന ചില യുവതി യുവാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ആസക്തികൾ വന്നു കയറിയപ്പോൾ പിശാച് കൊണ്ടുവന്ന് തരുന്നതാണിത്. ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വഞ്ചന നിറഞ്ഞ ആസക്തി ദുഷ്ടാത്മാവ് തരുമ്പോൾ പരിശുദ്ധ സ്നേഹം നിറഞ്ഞ ആത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് തരുന്നു. ഇതാണ് വിവാഹ ജീവിതത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട്, തിന്മകൾക്ക് അടിമപ്പെട്ട് ഈ ആസക്തി എല്ലാം വലിച്ച് ശരീരത്തിൽ കയറ്റിവെക്കും. എന്നിട്ട് വിവാഹം ശേഷം വേറെ രൂപത്തിൽ ഈ ആസക്തികൾ പ്രകടമാകും. അതാണ് ജീവിതത്തെ തകർക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് തരുന്നത് പരിശുദ്ധ സ്നേഹത്തിൻ്റെ അഭിഷേകം. അതാണ് നമുക്ക് തരുന്നത്. വിശുദ്ധമായ ശരീരമുള്ള ഒരു വ്യക്തിയിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ദൈവം ഒരൊറ്റ കാര്യം ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. എന്തിനാ ലേവ്യഗണത്തെ, പുരോഹിതഗണത്തെ വേർതിരിച്ച് നിർത്തിയത്? വിശുദ്ധിയോടെ, ഒരു അഭിഷേകത്തോടെ, ആ ഒരു പരിശുദ്ധിയോടെ അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യണം. വിശുദ്ധി, അത് കർത്താവ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. കർത്താവിൻ്റെ വചനം പറയുന്നു. കർത്താവിൻ്റെ വചനം വീണ്ടും പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധരാകും.
കേട്ടോ, വിശുദ്ധി കർത്താവ് ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. പിന്നെ ജോഷുവയോട് പറഞ്ഞു, ദൈവം പറഞ്ഞ എന്താണ്? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. എന്താണ്? ഈ ശരീരത്തിൽ വലിച്ചു കയറ്റിയിരിക്കുന്ന ആസക്തികളും പാപ സാഹചര്യങ്ങളും ദുശ്ശീലങ്ങളും എടുത്ത് ദൂരെ എറിയുമ്പോൾ മാത്രമേ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. അത്ഭുതം പ്രവർത്തിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോക്കിയേ, ഇതാണ് അത്ഭുതം. അത്ഭുതം വേണമെങ്കിൽ, അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. നമ്മൾ ചോദിക്കുന്നതിലും കൂടുതൽ, അതല്ല അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ കാലാകാലങ്ങളിൽ ശരീരത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ആസക്തികളെ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഗലാത്യ ലേഖനം അതിൻ്റെ 5:19 തിരുവചനം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചു കേട്ടോ. ശരീരത്തിൽ ഈ ദുഷ്ടാത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ശ്രദ്ധിക്കുക. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികൾ. തീർന്നില്ല, ഇനിയും ലിസ്റ്റ് ഉണ്ട്, കുറേ പ്രവർത്തികൾ ഇഷ്ടം പോലെ ഇനിയും ബാക്കി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ജഡം എന്താണ്? ഇതാണ് ജഡം, നമ്മുടെ ശരീരം. ശരീരത്തിൻ്റെ ആസക്തികളും ശരീരത്തിൻ്റെ അശുദ്ധികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ. ഇത്രയും മാത്രമല്ല, ഇതിൻ്റെ ബാക്കി ഒരു ലിസ്റ്റ് ഉണ്ട്. എല്ലാം പ്രവർത്തിച്ചു തുടങ്ങും, ഓരോന്ന് പ്രവർത്തിച്ചു തുടങ്ങും. പ്രിയപ്പെട്ട നരകം എന്ന് പറയുന്നത് ഇതല്ലേ? ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു കുടുംബത്തിൽ നരകം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ശരീരത്തിൽ പാപവാസന തിങ്ങി നിറഞ്ഞാൽ ആ ഒരൊറ്റ വ്യക്തി മതി ആ കുടുംബത്തിൽ നരകം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ശരീരം വിശുദ്ധിയോടെ സൂക്ഷിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ആരും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, ശരീരം വിശുദ്ധിയോടെ സൂക്ഷിക്കണം. കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ശരീരത്തിൻ്റെ വിശുദ്ധി വളരെയധികം പ്രാധാന്യമുള്ളതാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. 1 കൊറിന്തോസ് അതിൻ്റെ 6:18. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. എന്താ പറയുന്നത്? ഓടി അകലുവിൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വ്യഭിചാരം നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പോലും നമ്മൾ പോകാൻ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യഭിചരിക്കുന്ന ആളുകളോട് നമ്മൾ കൂട്ടുകൂടേണ്ട കാര്യമില്ല. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ, ആ സ്ഥലത്ത് നിൽക്കരുത്. എന്നിട്ട് പറയുന്നതാണ്, മനുഷ്യർ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്, എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. എന്താണ് ഇതിനർത്ഥം? പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മറ്റ് ശരീരങ്ങളെല്ലാം, മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് പുറത്താണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അറിയാതെ പോയ ഒരാളെ തൊട്ടു, അല്ലെ ഒരാളെ മോശമായി നോക്കി, യേശു ക്രിസ്തു ഇതിനെല്ലാം നിഷിദ്ധമായിട്ട് വിമർശിക്കുന്നത്. കർത്താവ് എന്താ പറയുന്നത് അറിയാവോ? സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ അവളുമായി ശരീരത്തിൽ പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു. ഇത്ര നിഷിദ്ധമായിട്ടാണ് കർത്താവ് ഇതിനെ വിമർശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ശരീരം ഇത്രയും വിശുദ്ധമാണ്. നമ്മൾ അറിയാതെ പോയി തൊട്ടു എന്ന് പറയണതും അറിഞ്ഞു പോയി തൊട്ടു എന്ന് പറയണതും ഇതൊക്കെ കണ്ണുകൊണ്ട് നോക്കുന്നതിനും എന്തോരം വലിയൊരു പാപം ഇത്. അപ്പോൾ ശരീരം വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരീരത്തിൻ്റെ വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ ശരീരത്തിൻ്റെ വിശുദ്ധി. പാപിനിയായ സ്ത്രീ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തിരിച്ചു കിട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാവോ? ഇനി മേലിൽ പാപം ചെയ്യരുത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് മുതൽ ഈ ശരീരം നീ പൂജ്യമായിട്ട് കണക്കാക്കണം. നീ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നു, ഇനി ഈ ശരീരം നീ കാത്തോണം. ഒരു പോറൽ വീഴാതെ നീ കാത്തോണം. ഈ ശരീരത്തിൻ്റെ ചുറ്റുവിൽ പോലും അശുദ്ധ ദുഷ്ടാരൂപി വരാതെ നീ കാത്തോണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഇനി മേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഈ അശുദ്ധിയിൽ നിന്ന് പുറത്ത് കടന്നാൽ വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ചിരുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. മഗ്ദലന മറിയത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കിയേ. വചനം പറയുന്നത് എങ്ങനെയാണ്? 7 പിശാചുകളെ കർത്താവ് അവളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത്. 7 പിശാചുകളെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ദുഷ്ടാരൂപിയുടെ വാസസ്ഥലമാക്കി ശരീരത്തെ മാറ്റിയ ഒരു സ്ത്രീ, അല്ലേ? ഇനി ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. അവൾക്ക് ഡെലിവറൻസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അവൾ തീരുമാനിച്ചു, ഞാൻ ഈ പിശാചിനെ കൂട്ടി അങ്ങനെ കിടന്ന് യാത്ര ചെയ്തോളാം. പ്രിയപ്പെട്ടവരെ, അവൾക്ക് എന്തെങ്കിലും ഉയർപ്പിൻ്റെ ഒരു അനുഭവം കിട്ടുമായിരുന്നു? ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം കാണുന്നത് ഇവളെ അല്ലേ? ഇവളെ ആദിമ ക്രൈസ്തവ സഭ വിളിക്കുന്നത് എന്താണെന്നറിയോ? അപ്പോസിൽ ഓഫ് ദി അപ്പോസൽസ് എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല. അതാണ് ഇവള്. അതെന്ന് പറഞ്ഞാൽ ഈ അഭിഷേകം ഇവൾക്ക് കിട്ടുമായിരുന്നോ? ശരീരത്തിൽ, പാപത്തിൽ, ആ ബന്ധനത്തിൽ, ആ പാപവാസനകളിൽ, ആ ആസക്തികളിൽ ഇവൾ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ പറ്റുമായിരുന്നോ? ഇവൾക്ക് ഈ അഭിഷേകം കിട്ടുമായിരുന്നോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടുമായിരുന്നോ?
സന്തോഷ സമാധാനം കിട്ടുമായിരുന്നു? പ്രിയപ്പെട്ട സഹോദര സഹോദരി, പാപ സാഹചര്യത്തെ നിസ്സാരമായി കണക്കാക്കി ശരീരത്തിൽ പാപം ചെയ്ത് എന്നും ഇതുപോലെ ജീവിക്കാമെന്ന് നീ ചിന്തിക്കരുത്. കാരണം ദൈവം നൽകുന്ന അഭിഷേകത്തെ നീ തട്ടിമാറ്റി കളയുകയാണ്. ദൈവം നൽകുന്ന കൃപയെ നീ ദൂരെ എറിയുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ശരീരത്തിൽ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഇന്ന് തന്നെ നിർത്തിയേ മതിയാവൂ. പ്രിയപ്പെട്ടവരെ, തോബിത്തിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ ഒരു മനോഹരമായൊരു പ്രാർത്ഥന തോബിത്തിന്റെ മകൻ തോബിയാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. തോബിയാസ് കല്യാണം കഴിച്ചു, ഭാര്യയുമായി ആദ്യ രാത്രി. ഭാര്യയുടെ ശരീരത്തിൽ പൈശാചിക ശക്തിയുണ്ട്, മനസ്സിലാക്കണം. ഈ സ്ത്രീയുടെ ശരീരത്തിൽ ദൈവാത്മാവിന് പകരം, ദൈവത്തിന്റെ ആലയത്തിന് പകരം, പരിശുദ്ധാത്മാവിന്റെ ആലയത്തിന് പകരം പിശാച് കയറി അവിടെ കൂടിയിട്ടുണ്ട്. ഇനി പിശാച് കയറി കൂടിയ ഈ വ്യക്തിയെ എങ്ങനെയാണ് ഭർത്താവ് ഡീൽ ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. നമ്മൾ കുറ്റം പറയും, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ആകെ പ്രേതബാധയാണ്, ഭൂതമാണെന്ന്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ ഏറ്റവും രക്തബന്ധമുള്ള വ്യക്തിയിൽ പോലും ആ വ്യക്തിയുടെ ശരീരത്തിൽ ദുഷ്ടാത്മാവ് ഉണ്ടെങ്കിൽ പോലും അതിനെ ബഹിഷ്കരിക്കുവാനുള്ള ശക്തി കർത്താവ് യേശു നിനക്ക് തന്നിട്ടുണ്ട്. നീ മനസ്സിലാക്കണം. ഈ തോബിയാസ് എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: കർത്താവേ, ഇവളെ ഞാൻ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്തിലല്ല. എന്താ അതിനർത്ഥം? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ ഉള്ളിൽ ഈ മ്ലേച്ഛതയില്ല, എൻ്റെ കൈകൾ വിശുദ്ധമാണ്, എൻ്റെ ശരീരം പ്യുവറാണ്. ഇത് പറഞ്ഞാണ് പിശാചിനെ വെല്ലുവിളിക്കുന്നത്. അവൻ ഈ ഒരു വില വെച്ചിട്ടാണ് ഇവൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത് അറിയാവോ? നിഷ്കളങ്കമായ പ്രേമത്തിലാണ് അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യകാലത്തിൽ എത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഭർത്താവിൻ്റെ ഈ വിശുദ്ധി നിറഞ്ഞ ശരീരം കൊണ്ട് 2 കൈകൾ ഉയർത്തിയവൻ പ്രാർത്ഥിച്ചപ്പോൾ ജീവിത പങ്കാളിയുടെ ഉള്ളിലെ ദുഷ്ട ആത്മാവ് വിട്ടുപോയി. എത്ര പേരെ കൊലപ്പെടുത്തിയ ദുഷ്ടാത്മാവ് വിട്ടുപോയി. അപ്പോൾ നിന്റെ ശരീരം വിശുദ്ധമാണെങ്കിൽ നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നീ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വിടുതലുണ്ട്. വിശുദ്ധിയുള്ള ശരീരത്തിന് ഒരു അഭിഷേകമുണ്ട്. വിശുദ്ധിയുള്ള കൈകൾ ഉയർത്തുമ്പോൾ ദൈവം അതിനെ പ്രത്യേകം മാനിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയുള്ള ശരീരത്തെ ദൈവം ആദരിക്കുന്നു. കാരണം ദൈവം പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്. അതുകൊണ്ടാണല്ലോ മാലാഖമാർ പറയുന്നത്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. നിന്റെ ദൈവം സൈന്യങ്ങളുടെ കർത്താവാണെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ശരീരത്തോടെ നീ പ്രാർത്ഥിക്കുക. വചനം പറയുക, സുഭാഷിതങ്ങൾ 6:32-33, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ നശിപ്പിക്കുകയാണ്. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക, അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ആവശ്യമാണ്. ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ, പല പൈശാചികതകളെയും ബഹിഷ്കരിക്കുവാൻ വിശുദ്ധിയുള്ള ശരീരത്തിന്, വിശുദ്ധിയുള്ള ആത്മാവിന് സാധിക്കും. പല കലഹങ്ങളെയും എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ ദൈവാത്മാവിന് പറ്റിയ ഒരവസ്ഥ അവിടെ സംജാതമാകണം. അതുകൊണ്ട് എല്ലാ പാപമാലിന്യങ്ങളെയും കഴുകി, എല്ലാ അശുദ്ധമായ കൂട്ടുകെട്ടുകളെയും എടുത്തൊഴിവാക്കി ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശരീരത്തിൽ പാപം ചെയ്യുന്ന വ്യക്തി ഇന്ന് മുതൽ പാപം ചെയ്യാതിരിക്കുക. ഒരു 4 ദിവസം നീ ഒന്ന് പാപം ചെയ്യാണ്ടിരുന്ന് നോക്കിയേ, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. ഒരാഴ്ച കാലം ശരീരം വിശുദ്ധമായിട്ടൊന്ന് കാത്തു സൂക്ഷിച്ചു നോക്കിയേ, കുടുംബത്തിൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഒരാഴ്ച കാലം മറ്റ് ലഹരികളെല്ലാം നീ ഒന്ന് ഉപേക്ഷിച്ചിട്ട് കുടുംബത്തിൽ ഒന്ന് ഇരുന്ന് നോക്കിയേ, മക്കളുടെ ജീവിതത്തിലെ അനുഗ്രഹം നിനക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശവും എല്ലാം അനുഗ്രഹിക്കപ്പെടും. തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് തോബിയാസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. ദൈവമേ, ജഡികമായ അഭിലാഷം എൻ്റെ ഉള്ളിലില്ല, എൻ്റെ ശരീരം, നിർമ്മലമായ ഹൃദയം, നിർമ്മലമായ ശരീരം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവിടെ അത്ഭുതങ്ങളുണ്ടാവും, അവിടെ കൃപകളുണ്ടാവും, അവിടെ രോഗസൗഖ്യമുണ്ടാകും. വിശുദ്ധി നിറഞ്ഞ ശരീരത്തെ കർത്താവ് അനുഗ്രഹിക്കും. വിശുദ്ധി നിറഞ്ഞ ശരീരമുള്ള, മനസ്സുള്ള, ഹൃദയമുള്ള വ്യക്തിയെ, ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ശക്തമായ തീരുമാനമെടുക്കാം. വിശുദ്ധിയുള്ള ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ തിരിച്ച് ശരീരത്തിലേക്ക് വിളിക്കാം. ദുഷ്ടാത്മാവിനെ എന്നേക്കുമായി തിരക്തത്തിൻ്റെ വില വെച്ച് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.